ഒരു ചെറിയ ഫംഗ്ഷൻ ഇത്തിരി ഡിലേ ആയി, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇത് നമ്മുടെ കമ്പനിയുടെ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. സെക്കൻഡ് ഫിലിം വന്നിട്ട് വിഷുവിന് റിലീസാണ്, തേരി മേരി. അതിൻ്റെ ഡയറക്ടറും മറ്റ് എല്ലാ ടെക്നീഷ്യൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. ഒരു എന്താ പറയുക, അതിൻ്റെ റിവീലിംഗ് സമയത്തേക്ക് അതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കും. കാരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻസ് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, താങ്ക്സ്. ശ്രീനാഥ്, ഷൈൻ ടോം, അന്നരാജൻ, പിന്നെ നമ്മളൊരു പുതിയ ന്യൂ കമറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സുധേ എന്നാണ് പേര്. പുള്ളിക്കാരി തെലുങ്കിൽ നിന്നുള്ളതാണ്, ഇൻഫ്ലുവൻസറാണ്. അതിൻ്റെ റിലീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിഷു പ്ലാൻ ചെയ്യുന്നു. വലിയ പടങ്ങളുണ്ടെങ്കിൽ മേ ബി ഒരു 1 വീക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 8-ാം തീയതി നമ്മുടെ തന്നെ സുഹൃത്തിൻ്റെ സുമതി വളവുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നീ മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ. എന്തായാലും മെയ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ ഇപ്പം പോകുന്നു. അതിനനുസരിച്ചുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷു പ്ലാൻ ചെയ്യും. നമുക്കൊരു പടം ചെയ്യാൻ അംജിത്തൊക്കെ പറഞ്ഞത് എല്ലാവരും ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇപ്പം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലിയാണ്. കാര്യം അവരാണ് ഞാൻ ജോലിയും വേണ്ടി ഇറങ്ങിയപ്പോൾ നീ ഇതിനായിട്ട് തന്നെ നിന്നോ എന്ന് പറഞ്ഞ ആളുകൾ. അവരോടാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാനുള്ളത്. ആദ്യം എൻ്റെ ദൈവത്തിനോട്, ഇനി പറഞ്ഞ അംജിത്തക്കയോടും എല്ലാവരോടും ഇനി ഒരുപാട് നന്ദി. റോംകോം ഞങ്ങൾ ഈ ടൈറ്റിൽ ഇട്ടപ്പോഴും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സ്റ്റോറികളുണ്ട് ഇതിൻ്റെ പുറകിൽ. കാര്യം ഇങ്ങനൊരു ടൈറ്റിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാം അൺഎക്സ്പെക്റ്റഡ്ലി നമ്മളിലേക്ക് എത്തി, ടൈറ്റിലെത്തി, എല്ലാം എത്തി. ആർട്ടിസ്റ്റുകളെല്ലാം സംസാരിച്ചു, അവരെല്ലാവരും നമുക്കുമായിട്ട് ഓക്കെ ആവുന്നു. ഇതൊരു നല്ലൊരു എൻ്റർടൈനറായി മാറും. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഒരു എൻ്റർടൈനറാണ് നമ്മൾ തരാൻ ആഗ്രഹിക്കുന്നതാവുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇനി ഒരുപാട് നന്ദി നിങ്ങളെല്ലാം എത്തിച്ചേർന്നതിന്, ഈ ഫംഗ്ഷന് പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് മൈക്ക് തരണമെന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ പടമാണ്. എൻ്റെ ആദ്യത്തെ പടം ദിലീഷ് പോത്തൻ, ഷാജോൺ, വിജയരാഘവനൊക്കെ അഭിനയിക്കുന്ന ഔസേപ്പിൻ്റെ ഓസിയത്ത് എന്നൊരു സിനിമയാണ്. അത് ഈ മാർച്ച് 7 റിലീസാണ്. പിന്നെ റോംകോം എന്ന പേര് പോലെ തന്നെ റൊമാൻസ് കോമഡി പരിപാടിയാണ്. ഒരു ഫുൾ ഫണ്ണായിട്ട് പോകുന്ന ഒരു പരിപാടിയായിരിക്കും. പോരെ. എൻ്റെ പേര് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. നാവ് പൊന്നായിരിക്കട്ടെ. വലിയ സന്തോഷമുണ്ട്. കാരണം അംജിത്ക്ക, ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് തേരി മേരി എന്നുള്ളൊരു പടത്തിൻ്റെ പൂജയുടെ സമയത്താണ്. ഒരുപാട് സംസാരിച്ചു. പിന്നെ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും സന്തോഷം, എൻ്റെ അസോസിയേറ്റ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ അതൊരു ഇപ്പം വിഷുവിന് ഇറങ്ങാൻ പോകുന്നത് കേട്ടു. വലിയ സന്തോഷം. അത് മെയ് 8-ാം തീയതി വെക്കണ്ട, കാരണം വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കണം. അത് ഏത് വലിയ പടങ്ങളിലൂടെയും ചെറിയ പടങ്ങളിലൂടെ വെച്ചാലും വിജയിക്കണം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമ റോംകോം എന്നുള്ള സിനിമ ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാർ സിനിമയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ എനിക്ക് വലിയ റെസ്പെക്റ്റ് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരുടെ അടുത്ത്. കാരണം ഒരു വഴി കാണിച്ചു കൊടുത്താൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. ഇതേപോലെ 7-8 വർഷം സിനിമയ്ക്ക് വേണ്ടി നടന്ന്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ലൈഫിലെല്ലാം മാറ്റിവെച്ച് നടന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ സംവിധായകൻ അത് പറയുന്നത് കേട്ടപ്പം എനിക്ക് എന്നെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു വേദി എനിക്ക് വലിയ വലിയ ഓർമ്മകൾ തമ്മിലുള്ള വേദിയാണ്. മാളികപ്പുറത്തിൻ്റെ 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്ത വേദിയാണിത്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മൊമെൻ്റ് കിട്ടിയത്. അപ്പം ആ വേദിയിൽ മറ്റൊരു പടത്തിൻ്റെ അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ മറ്റൊരു പടത്തിൻ്റെ ലോഞ്ചിന് നിൽക്കുമ്പം തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും ചെറുപ്പക്കാർ നാളെ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാവട്ടെ. ഒപ്പം ഇങ്ങനെ ചെറുപ്പക്കാർ വെച്ച് പടം ചെയ്യാൻ ധൈര്യപ്പെടുത്ത പ്രൊഡ്യൂസർമാർക്ക് രണ്ടുപേർക്കും വലിയൊരു കയ്യടി കൊടുക്കണം. എന്ന് വെച്ചാൽ ഇത് ഭാവി മലയാള സിനിമയിലേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നാളെ വലുതാവുന്നതല്ല, ആരൊക്കെയാണ് മലയാളം കടന്ന് മറ്റ് ഭാഷകളിൽ പോയി ഞെട്ടിക്കാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇവർക്കെല്ലാവർക്കും ആശംസകൾ. പിന്നെ റൈറ്റർ, അതൊരു പ്രൗഡ് മൊമെൻ്റാണ്. ഒരു പടം റിലീസാവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പടത്തിൻ്റെ പൂജ അല്ലെങ്കിൽ ലോഞ്ച് വെക്കാന്നൊക്കെ ചെറിയ കാര്യമല്ല. അങ്ങനെ സന്തോഷിച്ച ഒരാൾ ഞാൻ. ഒരേ ദിവസം എൻ്റെ 2 പടങ്ങളുടെ പൂജ വെച്ചിട്ടാണ് മലയാള സിനിമയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ നല്ലതാണ് കേട്ടോ, അതൊക്കെ നന്നായി വരുത്തുള്ളൂ. പിന്നെ സംവിധായകനും ആശംസകൾ. ആദ്യ സിനിമയാണ്, ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യുക.
എല്ലാം പുതിയ ആളുകൾ അഭിനയിക്കുന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും അതാരൊക്കെയെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ആശംസ. ബാധക്കൊക്കെ വന്നിരിപ്പുണ്ട്, നിങ്ങളൊക്കെ ബാധക്കയുടെ ഒന്ന് പറയുക, അടുത്ത പടത്തിൽ നിങ്ങളെ വിളിച്ചോളും കേട്ടോ. എന്തായാലും നന്ദി. പിന്നെ തേരി മേരിക്ക് ആശംസകൾ. എവിടെ അൻപിത്തൊക്കെ തേരി മേരിക്ക് ആശംസകൾ. അത് പെട്ടെന്ന് പൂർത്തിയായി ഇറങ്ങട്ടെ. അപ്പം അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതൊരു വലിയ വിജയമാവട്ടെ. താങ്ക് യു. മൂന്ന് സിനിമകളാണ് ഞാൻ എഴുതിയ സിനിമകൾ. അപ്പോൾ ഡയറക്ടറാക്കി വലിയ സന്തോഷം, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രിയപ്പെട്ട ശ്രീജിത്തേട്ടൻ കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ റോംകോം എന്ന് പറയുന്ന ഇന്ന് ടൈറ്റിൽ അനൗൺസ് ചെയ്ത നമ്മുടെ ഈ സിനിമ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിലേക്ക് വരാൻ ചൂടെടുത്ത് വയ്ക്കുന്ന ഒരു പുതിയ സിനിമയാണ്. പുതിയ താരങ്ങൾ കടന്നു വരേണ്ട ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ് മലയാള സിനിമയെ സംബന്ധിച്ചും. പുതിയ പുതിയ താരങ്ങൾ കടന്നു വരട്ടെ. അപ്പോൾ എനിവേ എല്ലാവിധ ആശംസകളും. ഞാൻ നമ്മുടെ സിനിമയുടെ എന്താ പറയുക ടൈറ്റിൽ ലോഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയൊക്കെ കണ്ടിരുന്നു.